അയ്യങ്കാളിയായി മമ്മൂട്ടി എത്തുന്നു എന്ന കതിരവൻ ചിത്രത്തിന് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അയ്യങ്കാളിയാവാൻ മമ്മൂട്ടി വിസമ്മതിച്ചത്? സത്യത്തിൽ അങ്ങനെ ആയിരുന്നു? അയ്യങ്കാളിയായിട്ട് മമ്മൂട്ടി വരുന്നു എന്ന ഒരു വലിയ വാർത്ത സമൂഹ മാധ്യമങ്ങളിലും പൊതുരംഗത്തുമൊക്കെ വലിയ ആവേശമുണർത്തിയിരുന്നു. നവോത്ഥാന നായകരിൽ ഏറ്റവും കരുത്തുറ്റ അയ്യങ്കാളി മലയാളിയെ മനുഷ്യനാക്കിയ ശ്രീനാരായണ ഗുരുവിനൊപ്പം മലയാളിയെ കൂടുതൽ മനുഷ്യരാക്കിയ, ചേറിലും ചെളിയിലും കിടന്ന മനുഷ്യരെ പൊതുധാരയിലേക്ക് എത്തിച്ച അയ്യങ്കാളി എന്ന പടത്തലവൻ പോരാളിയാകാൻ മമ്മൂട്ടി വരുന്നു എന്ന വാർത്ത വലിയ ആവേശമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് മമ്മൂട്ടി അയ്യങ്കാളിയാവാതിരുന്നത്? അരുൺ രാജ് എന്ന യുവ സംവിധായകനാണ് മമ്മൂട്ടി അയ്യങ്കാളിയായിട്ട് വരുന്നു എന്ന സിനിമയുടെ വിശേഷങ്ങൾ ആദ്യം പങ്കുവച്ചത്. തന്റെ ചിത്രത്തിലെ നായകൻ മമ്മൂട്ടിയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിപ്പിച്ചത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം ആ വാർത്ത പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. ഇപ്പോൾ മലയാളത്തിൽ തന്നെ മറ്റൊരു നടൻ അയ്യങ്കാളിയായിട്ട് എത്തുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മമ്മൂട്ടി അയ്യങ്കാളിയാകാൻ വിസമ്മതിച്ചു എന്ന ഒരു മെസ്സേജ് ആയിരിക്കാം പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത്. അയ്യങ്കാളിയായിട്ട് മമ്മൂട്ടി വരുന്നു എന്ന കതിരവൻ സിനിമയുടെ പോസ്റ്ററുകളും വിശേഷങ്ങളും ഒക്കെ പുറത്തു വന്നത് മമ്മൂട്ടിയുടെ അനുമതിയോടുകൂടി ആയിരുന്നില്ല, അദ്ദേഹത്തിന്റെ അറിവോടെയും ആയിരുന്നില്ല. സംവിധായകൻ സ്വന്തം സ്വപ്നങ്ങൾ മമ്മൂട്ടിയെ പഴിചാരി പുറത്തുവിടുകയായിരുന്നു. സ്വാഭാവികമായിട്ട് ഏത് നടനും ഏത് കലാകാരനും ഒട്ടേറെ വിഷമങ്ങളുണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടും ഈ വിഷയത്തോട് മമ്മൂട്ടി ക്ഷമിച്ചു. ആ സംവിധായകന്റെ വിവരക്കേടിനെ മമ്മൂട്ടി ക്ഷമിച്ചു. മഹാനായ ആ നടന്റെ വലിപ്പം അതിലൂടെ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. അയ്യങ്കാളിയായി മമ്മൂട്ടി വരിക എല്ലാവരുടെയും സ്വപ്നമായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ അനുമതി വേണം. കതിരവൻ എന്ന സിനിമയുടെ പ്രവർത്തകർ ഒരിക്കൽ പോലും മമ്മൂട്ടിയെ കാണുകയോ അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങിക്കുകയോ ഉണ്ടായിരുന്നില്ല.